ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഒരു 10 മിനിറ്റ് നിങ്ങൾ എനിക്ക് തരാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാർക്ക് ഞാൻ ഒപ്പിച്ചുതരാം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമർ പോർഷൻ ആണ്. ദാറ്റ് ഈസ് കൊഹീസീവ് ഡിവൈസ്. ഇടക്കിടക്ക് ചോദിക്കാറുള്ള ഒരു സാധനമാണ് കൊഹീസീവ് ഡിവൈസ്. സാധാരണ എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഇടക്ക് നമ്മൾ തെറ്റിക്കാറുണ്ട്, കാരണം ഉത്തരങ്ങളെല്ലാം ഒരുപോലെ തോന്നിക്കും. അതാണ് കൊഹീസീവ് ഡിവൈസുകളുടെ ഒരു പ്രശ്നം. എന്താണ് കൊഹീസീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കൊഹീസീവ് എന്നുള്ള വേർഡിന്റെ അർത്ഥം തന്നെ അതാണ്. നമ്മളൊരു 2 പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗം യൂസ് ചെയ്യുന്നു. ഗമ്മിന് അവിടെ ഒരു കൊഹീസീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഒരു ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമറിന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സെന്റൻസിന്റെ 2 പാർട്ടുകളെ കൂട്ടിച്ചേർക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡുകളാണ് കൊഹീസീവ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അവന്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കാരണം അവന് നാട്ടുകാരുടെ അടുത്ത് നല്ല തല്ല് കിട്ടാറുണ്ടായിരുന്നു. ഇതിന് വേണമെങ്കിൽ നമുക്ക് 2 ആക്കിയിട്ട് പറയാം. അവന്റെ കയ്യിലിരിപ്പ് ശരിയല്ല, അവന് നാട്ടുകാരുടെ നല്ല തല്ല് കിട്ടാറുണ്ടായിരുന്നു. ഇവിടെ കാരണം എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്തത് കാരണം അത് യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇതിന്റെ 2 കൂട്ടിച്ചേർത്ത് പറയാം. അവന്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കാരണം അവന് നാട്ടുകാരുടെ നല്ല തല്ല് കിട്ടാറുണ്ടായിരുന്നു. ഇവിടെ കാരണം എന്നുള്ള വേർഡ് എന്തായിട്ടാണ് വരുന്നത്? കൊഹീസീവ് ഡിവൈസ് ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഇതൊരു 7 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1, 2, 3, 7 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്നാമതായിട്ട് ശ്രദ്ധിച്ചോ. കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് കൊഹീസീവ് ഡിവൈസുകൾ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അതിന്റെ ഒരു കാറ്റഗറി ഉണ്ടോ ഞാൻ പറയുന്നത്. ഇതല്ലാതെയും കുറെ കൊഹീസീവ് ഡിവൈസുകൾ വരാം, പക്ഷെ ഒരു കാറ്റഗറി വൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. He was very strong since he used to take care of his health very well. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവന് നല്ല സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. എ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്, വലിയ സെന്റൻസിന്റെ എ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. അവന്റെ ആരോഗ്യം അവൻ നല്ല സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ സിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് വെരി വെൽ. അവന്റെ ആരോഗ്യം നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നത് കൊണ്ട്, അത് കാരണം ഹി വാസ് വെരി സ്ട്രോങ്. അവൻ നല്ല സ്ട്രോങ് ആണ്. ഈ കാരണം എന്നുള്ള അർത്ഥം നമ്മൾ നേരത്തെ മലയാളത്തിൽ ഒരു എക്സാമ്പിൾ തന്ന പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ സിൻസ് യൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ്? കാരണം പറയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഓഫ് യൂസ് ചെയ്യാം, ഡ്യൂ ടു യൂസ് ചെയ്യാം, സിൻസ് യൂസ് ചെയ്യാം, ആസ് യൂസ് ചെയ്യാം. സോ ഈ വേർഡുകൾ നമ്മൾ ഇവിടെ സിൻസിന് പകരം ആസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ അറേഞ്ച്മെന്റിൽ മാറ്റം വരും. പക്ഷെ ഇവിടെ നമ്മളൊരു കാരണം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ 4 കൊഹീസീവ് ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. ആ സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ അവിടെ എന്ത് കാറ്റഗറിയിലുള്ള ഒരു കൊഹീസീവ് ഡിവൈസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അതവിടെ ഫില്ല് ചെയ്യാന്നേ ഉള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട്. ഒരു കാര്യം നടന്നു, ആ കാര്യം നടന്നതിന്റെ കോൺസിക്വൻസ് ആയിട്ട്, റിസൾട്ട് ആയിട്ട് രണ്ടാമത്തെ കാര്യം നടന്നു. നോക്കിയോ, ഷി ഫൊഗോട്ട് ഹെർ അംബ്രല്ല ആൻഡ് ദെർഫോർ ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ. എ എന്ന് പറഞ്ഞ കാര്യം എന്താ? എ എന്ന് പറഞ്ഞ കാര്യം അവൾ അംബ്രല്ല മറന്നുപോയി, കുട എടുക്കാൻ മറന്നുപോയി. അത് കാരണം. ദെർഫോർ എന്ന് പറഞ്ഞാൽ അതിനാൽ എന്നാണ് അർത്ഥം. ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ, അവൾ മഴ നനഞ്ഞു. അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യാം? സോ യൂസ് ചെയ്യാം, അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ആസ് എ റിസൾട്ട്, ഈ ഒരു കാരണത്താൽ എന്ന് നമുക്ക് വരുന്ന ആസ് എ റിസൾട്ട് യൂസ് ചെയ്യാം. ദെർഫോർ, അതിനാൽ എന്നുള്ള ഒരു അർത്ഥം വരുന്ന രീതിയിൽ ദെർഫോർ യൂസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൊഹീസീവ് ഡിവൈസുകൾ, ഈ ഒരു കൈൻഡ് ഓഫ് കൊഹീസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാറുള്ളത്. ഐ വർക്ക്ഡ് ഹാർഡ്, ഞാൻ നല്ലപോലെ പണിയെടുത്തു. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു ക്രാക്ക് ദി എക്സാം, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ജെഇ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ ഞാൻ നല്ലോണം പണിയെടുത്തു. അതിനുവേണ്ടി നമുക്ക് ഇൻ ഓർഡർ ടു യൂസ് ചെയ്യാം, സോ ദാറ്റ് യൂസ് ചെയ്യാം. ഇൻ ഓർഡർ ടു, എന്തിനു വേണ്ടി? ഇതിനു വേണ്ടി, ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കൊഹീസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയോ, ഹി ലവ്സ് പ്ലേയിങ് സോക്കർ, ഹൗഎവർ ഹി ഡസന്റ് എൻജോയ് വാച്ചിങ് ഇറ്റ് ഓൺ ടി വി. അവന് കളിക്കാൻ ഇഷ്ടമാണ്, അവന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ കണ്ടോ, ഹൗഎവർ, എന്നിരുന്നാലും ഹി ഡസന്റ് എൻജോയ് വാച്ചിങ് ഇറ്റ് ഓൺ ടി വി, അവന് ടി വിയിൽ അത് കാണാൻ വലിയ ഇഷ്ടമല്ല. ഇതൊന്ന് വ്യത്യാസമാണല്ലേ. കളി കാണുക എന്ന് പറയുന്ന എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്നും വ്യത്യാസപ്പെട്ട ഡിഫറെന്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. പക്ഷെ അവനത് ടി വിയിൽ ഇരുന്ന് കാണാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതിനു വേണ്ടി നമുക്ക് ഈവൻ തോ യൂസ് ചെയ്യാം, എന്നിരുന്നാലും എന്നുള്ള അർത്ഥം തന്നെയാണ്. ബട്ട്, പക്ഷേ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഹൗഎവർ, എന്നിരുന്നാലും അഗെയിൻ. യെറ്റ് യൂസ് ചെയ്യാം, ഓൾട്ടോ, സ്റ്റിൽ. ഇതൊക്കെ സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്ന ഒരു കൊഹീസീവ് ഡിവൈസുകളാണ്. ഇനി കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറയുന്നതാണ് അഞ്ചാമത്. കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറയുന്നില്ലേ,
എ എന്നൊരു കാര്യമുണ്ട്, പക്ഷെ എയിൽ നിന്ന് വളരെ വിപരീതമായ ഒരു കാര്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു അട്ടർലി അതിന്റെ ഓപ്പോസിറ്റ് ആയ ഒരു കാര്യമാണ് ബി എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായ ഒരു കാര്യം, പരസ്പര വിരുദ്ധമായ ഒരു കാര്യമാണ് ബി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഷീ എക്സ്പെക്ടഡ് ദ മൂവി ടു ബി ബോറിംഗ്. അവൾ വിചാരിച്ചത് ഈ പടം ഭയങ്കര ബോറിംഗ് ആയിരിക്കുന്ന. ബട്ട് ഓൺ ദ കോൺട്രറി, പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. എന്ന് വെച്ചാൽ അത് അടിപൊളിയായിരുന്നു, അത് എന്റർടൈനിങ് ആയിരുന്നു. അവൾ വിചാരിച്ചതിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് സംഭവിച്ചത്. ഇങ്ങനെ വിരുദ്ധമായിട്ട് സംഭവിക്കുക എന്നുള്ളതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓൺ ദ കോൺട്രറി യൂസ് ചെയ്യാം, ഈവൻ സോ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ആറാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ആഡിങ് ആണ്. ആഡിങ് എന്ന് വെച്ചാൽ നമ്മൾ എ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ആ എ എന്ന് പറഞ്ഞ സംഭവത്തിനോട് ഒരു കാര്യം കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്, ബി എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കോഴ്സി ഡിവൈസുകളാണ് ഈ ആറാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ദ വെദർ വാസ് സണ്ണി, മോറോവർ ഇറ്റ് വാസ് പ്ലസന്റ്ലി വാം ഔട്ട്സൈഡ്. വെദർ, കാലാവസ്ഥ സണ്ണിയാണ്, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ഒരു സമയം. മോറോവർ, അതിന്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ അതിന് ഉപരിയായിട്ട് എന്നുള്ള അർത്ഥത്തിലും അതിലുപരി എന്ന് മോറോവർ അതിന്റെ നമ്മൾ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞുകൂടെ. വെദർ നല്ല വെയിലൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ്, അതിന്റെ കൂട്ടത്തിൽ ഒരു പോയിന്റ് കൂടെ പറയാം, അതിലുപരിയായിട്ട് ഇറ്റ് വാസ് പ്ലസന്റ്ലി വാം ഔട്ട്സൈഡ്. പ്ലസന്റ് എന്ന് വെച്ചാൽ എന്താ? ശുഭകരമായിട്ടുള്ള ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു വാംത്ത് പുറത്തുണ്ട്, ഒരു തരം ഒരു ഊഷ്മളത പുറത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു എ എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ കൂടെ ഒരു പോയിന്റ് കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ആ കൂട്ടിച്ചേർക്കുന്ന പാർട്ടിനാണ് നമ്മൾ മോർ ഓവർ, ആൻഡ്, ഇൻ അഡീഷൻ. ഇവിടെ ആൻഡ് എന്ന് പറഞ്ഞാലും മതി. ഇത് വെദർ വാസ് സണ്ണി ആൻഡ് ഇറ്റ് വാസ് പ്ലസന്റ്ലി വാം ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ നമ്മൾ പറയാം ദ വെദർ വാസ് സണ്ണി ഇൻ അഡീഷൻ ടു ദ വെദർ, ഇൻ അഡീഷൻ ടു ദ സണ്ണി വെദർ ഇറ്റ് വാസ് പ്ലസന്റ്ലി വാം ഔട്ട്സൈഡ്. സെയിം സാധന വരുന്നത്, പക്ഷെ ചെറിയൊരു അറേഞ്ച്മെന്റിൽ വ്യത്യാസം ഉണ്ടെന്നല്ലോ. നമ്മൾ ഈ സെന്റൻസ് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഏത് കാറ്റഗറിയാണ് അവിടെ ഫിറ്റ് ആവുന്നത്. ഇനി ഏഴാമത്തെ ടൈപ്പും അവസാനത്തെ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിമിലർലി, ലൈക്ക്, ലൈക്ക്വൈസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഷീ എൻജോയ്സ് റീഡിങ്, അവള് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിമിലർലി ഹെർ ബ്രദർ ലവ്സ് ബുക്സ് ആസ് വെൽ, അവളുടെ ബ്രദറിനും വായിക്കാൻ ഇഷ്ടപ്പെടണം. ഇവിടെ കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാ? ഈ പെൺകുട്ടിയും ഗേൾ വേഴ്സസ് ഹെർ ബ്രദർ, അവളുടെ ബ്രദറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അവനും ബുക്കുകൾ വായിക്കാൻ ഇഷ്ടമാണെന്ന് അർത്ഥമുള്ളൂ. സിമിലർലി, അതുപോലെ തന്നെ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. സോ ഇതാണ് റഫ്ലി നമ്മുടെ ഒരു കാറ്റഗറി, 7 കാറ്റഗറി എന്ന് പറയുന്നത്. ഇതിന്റെ പുറത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പക്ഷെ ഇതാണ് റഫ്ലി നമ്മുടെ ഒരു 7 കാറ്റഗറി എന്ന് പറയുന്നത്. നോക്കിയോ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബോക്സ്. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ്, ഇൻ പ്ലേസ് ഓഫ്, ബട്ട്, കോൺട്രറി ടു, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 3 സ്പേസുകളാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. വായിച്ചു നോക്കാം സെന്റൻസ്. വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ് ദ പോയിറ്റ് റീച്ച്ഡ് ഹോം. Dash what he saw was dash his expectations. He saw rubber plantation dash rice cultivation. ഓക്കെ, നമുക്ക് നോക്കാം. വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ ദ പോയിറ്റ് റീച്ച്ഡ് ഹോം. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നമ്മുടെ പോയിറ്റ് വീട്ടിലേക്ക് എത്തി. അവിടെ ഒന്നും നമുക്ക് ഫില്ല് ചെയ്യാനില്ല. ഡാഷ് വാട്ട് ഹി സോ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. അയാൾ കണ്ടതിൽ നിന്ന് എന്തോ വ്യത്യാസമുള്ള എന്തോ ആണ് അവിടെ സംഭവിച്ചത് എന്നാണ് അർത്ഥം വരുന്നത്. ഡാഷ് വാട്ട് ഹി സോ വാസ് ഡാഷ് ഹിസ് എക്സ്പെക്ടേഷൻ. അയാളുടെ പ്രതീക്ഷ, എക്സ്പെക്ടേഷൻസിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള എന്തോ ആണ് അയാൾ കണ്ടത്. ഇവിടെ നമുക്ക് കോൺട്രാസ്റ്റ് ആണ് ആദ്യം കാണിക്കേണ്ടത്. അപ്പൊ കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കോൺട്രറി ടു നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. കോൺട്രറി ടു കാണിക്കുന്നത് എന്താ? കോൺട്രഡിക്ഷൻ ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ? വിരുദ്ധമായ സംഭവങ്ങൾ കണ്ടാലേ നമുക്ക് കോൺട്രറി ടു യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കോൺട്രാസ്റ്റിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബട്ട് ആണ് അല്ലെ? ബട്ട് വാട്ട് ഹി സോ, പക്ഷെ അയാൾ കണ്ടത് എന്നാണ് അർത്ഥം. ഓക്കെ, വാട്ട് ഹി സോ വാസ് ഡാഷ് ഹിസ് എക്സ്പെക്ടേഷൻ കോൺട്രറി ടു ഹിസ് എക്സ്പെക്ടേഷൻ. കോൺട്രറി ടു എക്സ്പെക്ടേഷൻ, അയാളുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് അയാൾ കണ്ടതെന്ന് പറയുന്നത്. ഹി സോ റബ്ബർ പ്ലാന്റേഷൻസ് ഡാഷ് റൈസ് കൾട്ടിവേഷൻ. ഇവിടെ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു പുതിയ സാധനമുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നൊരു അർത്ഥമാണ് വരുന്നത്. ഇൻ പ്ലേസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് വരേണ്ട സ്ഥലത്ത് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം റബ്ബർ പ്ലാന്റേഷൻ, റൈസ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി. റൈസ് കൾട്ടിവേഷൻ വരേണ്ടടുത്ത് അയാൾ കണ്ടത് എന്താ? റബ്ബർ പ്ലാന്റേഷൻ ആണ് അയാൾ കണ്ടത്. അപ്പൊ എന്താ വരേണ്ടത് അവിടെ? ഇൻ പ്ലേസ് ആണ് അവിടെ വരേണ്ടത്. ഇൻ പ്ലേസ് ആണ് വരേണ്ടത്. ഹി സോ റബ്ബർ പ്ലാന്റേഷൻ ഇൻ പ്ലേസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ. ഈ ചാപ്റ്റർ വരുന്നത് ഇനി വരാൻ പോകുന്ന എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടേമിന്റെ ചാപ്റ്റർ ആണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൊണ്ടെത്താന്ന് കേട്ടോ. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ നോക്കാം. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ,
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബോക്സ്. ഓക്കെ, ബട്ട് തന്നിട്ടുണ്ട്, സോ, ഓർ, ഓൾത്തോ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ സെന്റൻസ് വായിച്ചു നോക്കാം. സെൻട്രൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ദ ബോഡി ഹാസ് നോ നീഡ് ഫോർ. സെൻട്രൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലഹരി മരുന്നുകൾ ശരീരത്തിന് ഒരു ആവശ്യവും ഇല്ല. ഡാഷ് ദാറ്റ് ഗിവ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. അപ്പൊ അവിടെ എന്തോ ഒരു കോൺട്രാസ്റ്റ് കാണിക്കാനാണ്. എന്നിരുന്നാലെന്നോ പക്ഷേന്നോ അങ്ങനെ എന്തോ ഒന്ന് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് രണ്ട് കോൺട്രാസ്റ്റ് കാണിക്കാൻ ഇവിടെ ബട്ടും ഉണ്ട്, ഓൾത്തോ യൂസ് ചെയ്യണം നമുക്ക്. ഓക്കെ, സെൻട്രൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ബോഡി ഹാസ് നോ നീഡ് ഫോർ. ഓക്കെ, ഇവിടെ ഓൾത്തോ എന്ന അർത്ഥം വരുന്നത് എന്നിരുന്നാലും എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ബട്ട് എന്ന് പറയുന്നത് പക്ഷേ എന്നുള്ളതാണ്. രണ്ടും കോൺട്രാസ്റ്റ് കാണിക്കാനാണ്. പക്ഷെ നമുക്കിവിടെ ആക്ച്വലി വേണ്ടത് പക്ഷേ എന്നുള്ള ഒരു മീനിങ് ആണ് വേണ്ടത്. പക്ഷേ ദാറ്റ് ഗിവ്സ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. അവിടെ ആ യൂസ് ചെയ്യുന്ന ഡ്രഗ് എടുക്കുന്ന ആൾക്ക് ഒരു സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ കൊടുക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ വേണ്ടത് ബട്ടാണ്. കാരണം നമുക്കിവിടെ പക്ഷേ എന്നുള്ള ഒരു അർത്ഥമാണ് വേണ്ടത്. The drug should also have restorative effects. Dash it will unbalance healthy functions of brain and body. ഈ ഡ്രഗിനിലെ റെസ്റ്റോറേറ്റീവ് എഫക്റ്റുകൾ കൂടെ വേണമെന്നാ പറയുന്നത്. റെസ്റ്റോറേറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലുള്ള ഡാമേജുകൾ റീസ്റ്റോർ ചെയ്യുക, നന്നാക്കി കൊണ്ടുവരുന്ന എഫക്റ്റുകൾ കൂടെ വേണം എന്നാ പറയുന്നത്. അപ്പൊ ഒരു സെന്റൻസ് പറഞ്ഞു, എ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇനി ഇറ്റ് വിൽ അൺബാലൻസ് ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ ബോഡി അല്ലെ, അതിൽ കുറച്ച് വിരുദ്ധമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും, ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഈ ഡ്രഗ്സിന് റെസ്റ്റോറേറ്റീവ് എഫക്റ്റുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ആണ് കാണിക്കുന്നത് അല്ലെ. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ബട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ഓൾത്തോ യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടും കോൺട്രാസ്റ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ സോ എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് വിൽ അൺബാലൻസ് ഹെൽത്തി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആയിട്ട് മാറും. ഇവിടെ ആകെ നമുക്ക് ഓപ്ഷൻ ഉള്ളത് ഓർ ആണ് അല്ലെ. ഓർ ഇറ്റ് വിൽ അൺബാലൻസ് ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ. ഒന്ന് വായിച്ചോക്കെ. ഡ്രഗ് ഷുഡ് ഓൾസോ ഹാവ് റെസ്റ്റോറേറ്റീവ് എഫക്ട്സ്. ഡ്രഗ്സിന് നമ്മൾ റീസ്റ്റോർ ചെയ്യാനുള്ള എഫക്റ്റുകൾ കൂടെ വേണം. ഡ്രഗുകൾ എന്ന് പറയുന്നത് ഇവിടെ മരുന്നിനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകളാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ അൺബാലൻസ് ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ ആൻഡ് ബോഡി. നമ്മുടെ തലച്ചോറിന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ അത് ബാധിക്കും. ഡാഷ് റിയൽ ഡേഞ്ചർ എക്സിസ്റ്റ്. ദ ഡ്രഗ് യൂസർ ഓഫൻ അസ്യൂംസ് ദേ ഡു നോട്ട്. യഥാർത്ഥമായ വലിയ പ്രശ്നങ്ങൾ ഡ്രഗ്സിന് ഉണ്ടെങ്കിൽ കൂടെ ഈ ഡ്രഗ് യൂസർ എന്ത് വിചാരിക്കും, അസ്യൂം ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചിന്തിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ എന്ത് അർത്ഥം വേണ്ടത്, പക്ഷേ എന്നുള്ള ഒരു അർത്ഥം ഇവിടെ ചേരില്ല. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യണം, ഓൾത്തോ യൂസ് ചെയ്യും. കാരണം എന്നിരുന്നാലും എന്നൊരു അർത്ഥമാണ്. ഈ യഥാർത്ഥമായ ഡേഞ്ചറുകൾ എക്സിസ്റ്റ് ചെയ്തിരുന്നാലും അവിടെ പക്ഷേ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ മലയാളത്തിൽ ഒന്ന് വായിച്ചു നോക്കിയേ. പക്ഷേ യഥാർത്ഥ അപകടങ്ങൾ നിന്നാലും അവിടെ ചേരുന്നില്ലല്ലോ. മലയാളത്തിൽ പോലും നമുക്ക് അതിന്റെ മീനിങ് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏകദേശം ആ സെന്റൻസുകൾ മലയാളത്തിൽ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നോക്കുക. അപ്പൊ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യണോ, അതിനെ കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണോ നമ്മൾ അതിന്, അല്ലെങ്കിൽ ഇതിനൊരു അഡീഷൻ കൊടുത്തുകൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മൾ അതിന് കമ്പയർ ചെയ്തുകൊണ്ടാണോ, ഏത് കാറ്റഗറിയിലായിരിക്കും നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക. പിന്നെ ബാക്കി ഉത്തരങ്ങൾ നമുക്ക് തന്നാലെ വന്നോളും. അതിൽ നമുക്ക് അത്ര ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. കാരണം നമുക്ക് പരിചയമുള്ള സെന്റൻസ് ആയിരിക്കും. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത സെന്റൻസുകളായിരിക്കും. ഇത് ജസ്റ്റ് ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. നിങ്ങൾ പരിചയമുള്ള സെന്റൻസുകൾ ആകുന്ന സമയത്ത് നമുക്ക് ആ ലോജിക്ക് മനസ്സിലാവും ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് കോഹീസീവ് ഡിവൈസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഏകദേശം മോഡൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ ഓൾ ദ ബെസ്റ്റ്, ബൈ.